ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുള്ളത് ഒരു കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ. കാക്കിയുടെ പിൻബലത്തിൽ നിങ്ങൾക്ക് അടി തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പിൽ ഞങ്ങളുടെ സഖാക്കളെ നിങ്ങൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ബാബുരാജിനോടും ബാബുവിനോടും പറയുന്നു, ഈ പൊതുനിരത്തുകളിൽ ഞങ്ങളുണ്ടാകും. നിങ്ങളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. പോലീസ് സ്റ്റേഷൻ അകത്ത് കയറിയാൽ നിങ്ങൾ സേഫാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുപോലെ തന്നെ കാക്കി ധരിച്ചതുകൊണ്ട് നിങ്ങൾ സേഫാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ തുളുനാടിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പോരാട്ട ചരിത്രം ഈ ചെറ്റകൾ മനസ്സിലാക്കുന്നത് നല്ലതാ. കേരളത്തിലെ എല്ലാ പോലീസും ഒരു ചെറ്റകളല്ല. എന്നാലും ഇതുപോലെയുള്ള കോൺഗ്രസിന്റെ മനസ്സും കോൺഗ്രസ് ശരീരം കോൺഗ്രസിലും മനസ്സ് RSSലുമായി നടക്കുന്ന ബാബുരാജിനോടും ബാബുവിനോടും പറയുകയാണ്, ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയില്ല, നിങ്ങളെ സ്ഥലം മാറ്റിക്കളയുമെന്ന് പറയില്ല. ഞങ്ങളുടെ സഖാക്കളെ അടിച്ചതിന് തിരിച്ചടി ഞങ്ങൾ തന്നിരിക്കും. ഞങ്ങൾ കുമ്പളയിലെ സഖാക്കൾ RSSനോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. സഖാക്കൾ ഭാസ്കര കുമ്പളയും സഖാവ് മുരളീധരനും ഉൾപ്പെടെയുള്ള ആളുകൾ രക്തം നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ലാത്തിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രസ്ഥാനമല്ല ഈ തുളുനാടിലെ പ്രസ്ഥാനമെന്ന് ഈ ബാബുരാജും ബാബുവും മനസ്സിലാക്കുന്നത് നല്ലതാ. നിന്റെ വീടും സ്ഥലമൊക്കെ ഞങ്ങൾക്കറിയാം, നിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം, നിന്റെ സൂക്കേട് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. അത് മാറ്റിത്തരാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടിക്ക് നേരെ ആക്രമണം നടത്തിയ ബാബുവും ബാബുരാജും കരുതിയിരുന്നു നിന്നെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITUവിന്റെ ജില്ലാ